വീണ്ടും വരുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ദൈവജനത്തോടുകൂടെ ആരാധിക്കുവാനും വചനം സൃഷ്ടിപ്പാനും ലഭിച്ച സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സഭയില് ആദ്യമായിട്ടല്ല, സാമിച്ച എൻ്റെ കുടുംബമായിട്ട് എൻ്റെ ഒരു ഗാർജിയൻ എന്ന് എനിക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ തിരുവല്ലായിലെ ദയാവിഹാറിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ബോർഡ് മെമ്പറായിരുന്നു. മാത്രമല്ല അന്ന് മുതൽ ഏതാണ്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 8 വയസ്സ് മുതൽ ഈ കുടുംബത്തോട് എനിക്ക് ബന്ധമുണ്ട്. മാത്രമല്ല അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ബീഹാറില് വരികയും എന്നോട് അവിടെ താമസിച്ച് ശുശ്രൂഷകളിൽ അവിടുത്തെ പ്രവർത്തനത്തെ കാണുവാനും ഇന്നും എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബമാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, സുരേഷ് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഒരു യാത്രയ്ക്ക് പോവുകയാണ്, എന്നാൽ സുരേഷ് വരിക, കാരണം ഞാൻ കാര്യങ്ങളെല്ലാം സഭയിൽ പറയാം, നീ സുരേഷ് വരാതിരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ആക്ച്വലി ഇന്ന് മൈലപ്രായിലെ സഭയിൽ ശുശ്രൂഷിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അവിടെ നിന്ന് രാവിലെ ഞാൻ താമസിക്കും മൈലപ്രായിലാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മൈലപ്രായിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് രാവിലെ നേരത്തെ തന്നെ ദേവദാസൻ പറഞ്ഞ പോലെ ആരാധന എന്ന് ഓർക്കുമ്പോൾ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നതാണ്. ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തെ അറിയുവാൻ യാതൊരുവിധ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ദാവീദ് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പ് വലിയവനായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കണ്ടു എന്നുള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ 1988 ഞാൻ വയനാട്ടിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുവാനും ദേവവിഹാറുടെ ബന്ധത്തിൽ പഠിക്കുവാനും കർത്താവിനെ അറിയുവാനും കർത്താവ് ഇടയാക്കി. മാത്രമല്ല എൻ്റെ ഹയർ സ്കൂളിന് ശേഷം എൻ്റെ ആഗ്രഹം, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന്. ഞാൻ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലായിരുന്നു ആരാധനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്ന് ചെറുപ്രായത്തിൽ തന്നെ ആത്മീയമായ വളരെ ഉന്മേഷത്തോടുകൂടെ തന്നെ വളരുവാൻ കഴിയും. കാരണം ബ്രദറൻ സഭാ വചനത്തോട് ആഴത്തിലേക്ക് ഒരു വ്യക്തമായി വചനം പഠിപ്പിക്കുന്നവരാണ്, വചനം അറിയുന്നവരാണ്. എന്നാൽ ചെറുപ്രായത്തിന് ശരിയായ വചനം ലഭിച്ചതുകൊണ്ട്, ശരിയായ കാഴ്ചപ്പാട് ലഭിച്ചതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ ശ്രമിച്ചു. 4 വർഷം ഞാൻ രാജസ്ഥാനിൽ പഠിച്ചു. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. അതോട് ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ പോയി തന്നെ വചനം പഠിക്കുവാനിടയായി. എന്നാൽ 2002 എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ബീഹാറിൽ കടന്നു വരുവാനും കഴിഞ്ഞ 22 വർഷം ബീഹാറിൽ താമസിച്ച് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഇടയായി. ഏതാണ്ട് 4 സ്ഥലസഭകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോള് ബേബ, അവള് BCom ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഇളയ കുഞ്ഞ് ഗ്രേസ്, അവള് ഇപ്പോൾ ബോർഡ് എക്സാം 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം നടത്തുന്നു. ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ് നോർത്ത് ഇന്ത്യയുടെ പ്രവർത്തനത്തിന് സഹായമായിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ കൂടി ഞങ്ങള് YMCA പത്തനംതിട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സംബന്ധിച്ച് ബൈബിൾ ട്രാൻസ്ലേഷനും ബൈബിള് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അതിന്റെ മാറ്റത്തെക്കുറിച്ചൊരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ അവിടെ കടന്നു വന്ന ഒരു ഫാമിലി 8 മാസമായിട്ട്, പതിനപ്രായമുള്ള ഫാമിലിയാണ്, 8 മാസമായിട്ട് UP ജയിലിലാണ്. എന്നാൽ അവര് ചില കാരണത്താൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. തിരിച്ചവർ വീണ്ടും ജയിലിലേക്ക് പോകണം. ഞാൻ ഓർക്കുകയാണ് സുവിശേഷം ദൈവം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഓർത്തു, എത്ര ശാന്തമായ രീതിയിൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നിങ്ങൾക്കെല്ലാം കഴിയും. എന്നാൽ നോർത്ത് ഇന്ത്യയും അവിടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ആരാധന നടക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും സുവിശേഷ വിരോധികളെ കടന്ന് ആക്രമിക്കുവാൻ കഴിയും. എന്നാൽ ആ ഒരു നിലയിലാണ് നമ്മുടെ ഭാരതം കടന്നു പോകുന്നത്.
അതുകൊണ്ട് ഇവിടെയുള്ള ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ നമ്മൾ ദൈവത്തോട് അടുത്ത് ഇരിക്കണം. ഞാൻ ഇന്ന് വാൽക്കാലം 1-2 കാര്യങ്ങള് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഓർപ്പിക്കുവാനാകും. എന്തിനു വേണ്ടിയാണ് കർത്താവ് ദൈവം നമ്മളെല്ലാം വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലാതെ നമ്മളെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം വിളിച്ച് വേർതിരിച്ചപ്പോൾ ഇറ്റ് ഈസ് സംതിങ് പർപ്പസ്, ഒരു ഉദ്ദേശമില്ലാതെ നമ്മളെ വിളിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ ദൈവത്തിന്റെ ഹിതം നിർവഹിച്ച് അല്ലെങ്കിൽ അവനെ ശരിയായ രീതിയിൽ മൗക്തീകരിച്ച് അവന്റെ ഹിതത്തെ പൂർണ്ണമാക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു ദൈവവൈതല് എപ്പോഴും ഓർക്കേണ്ടത്, ദൈവം എന്നെ എന്തിനു വേണ്ടി വിളിച്ചു, അല്ലെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ നിന്ന് അവനെ വേർതിരിച്ചത്. അത് മനസ്സിലാക്കുന്ന ഒരു ദൈവവൈതല് ഒരിക്കലും അവന്റെ ആത്മീയ ജീവിതത്തില് അവൻ പരാജയപ്പെട്ടു പോവുകയില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു തീക്ഷ്ണമായ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. ഈ കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയണം, കൂടുതലായി അവനെ സാക്ഷിക്കണം, അല്ലെങ്കിൽ അവനിലേക്ക് എന്റെ ജീവിതം കണ്ട് അനേകരെ കർത്താവിലേക്ക് നടത്തണം എന്നുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ഒരു പത്രമായി തീരണം. ആരുടെ പത്രമായി തീരണം? കർത്താവിന്റെ പത്രമായി തീരണം. എന്നെ കാണുന്നവര് ഞാൻ വിശ്വസിച്ച അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന, സേവിക്കുന്ന അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഗുണം കാണുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഗുണത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം, ക്രിസ്ത്യ ജീവിതം പരാജയമാണ്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തില് കർത്താവ് എന്താണ് പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ, പ്ലീസ് റീഡ്. 1 Peter chapter 1 verse 15. നിങ്ങളെ വിളിച്ച വിശുദ്ധത്തോളം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. അവിടെ പത്രോസ് ഓർപ്പിക്കുന്ന 2 കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അവിടെ വായിക്കുന്നത് എന്താണ്? നിങ്ങളെ വിളിച്ച വിശുദ്ധിക്ക് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. അപ്പോ ആരാണ് നമ്മളെ വിളിച്ചവൻ? അവന്റെ ഗുണത്തെ അവിടെ പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. അതുകൊണ്ട് അതുകൊണ്ട് വിശുദ്ധിക്ക് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ആരെ കുറിച്ചാ പറയുന്നത്? എന്നെയും നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദൈവം എന്നെ വിളിച്ചപ്പോ നമ്മുടെ നേതാവ് ആരാണ്? Who is our leader? ആരാണ്? ആ ലീഡറിന്റെ ഗുണത്തെ കുറിച്ച് വ്യക്തമായിട്ട് പത്രോസ് ഓർപ്പിക്കുകയാണ്. അവൻ വിശുദ്ധനാണ്, അവൻ അതിവിശുദ്ധിയിൽ വസിക്കുന്നവനാണ് അവൻ. അതാണ് നമ്മൾ വായിച്ചപ്പോൾ ആരാധനയുടെ തോർച്ച് നമ്മള് സോദരൻ വായിച്ചപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായി, അതിവിശുദ്ധിയിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോ ഒരു ദൈവവൈതല് നമ്മളെ ആരാണ് വിളിച്ചത്? ആ വിളിച്ചവന്റെ ഗുണത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പത്രോസ് ഓർപ്പിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. മാത്രമല്ല അവിടെ പറയുന്നത് നിങ്ങളുടെ ചില നടപ്പിലല്ല, അതിനാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും, ഓഫീസിലായാലും സ്കൂളിലായാലും കോളേജിലായാലും വേറെ എവിടെയായിരുന്നാലും എന്താണ് അവിടെ പറയുന്നത്? നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ? കാരണം പറയാണ്, നമ്മുടെ ലീഡർ, നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ നയിക്കുന്നത് എന്ന് കാലം ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്
അവന്റെ പരിശുദ്ധിയിൽ നിങ്ങൾ വസിക്കണം, ജീവിക്കണം എന്നാണ്. ദൈവം നമ്മുടെ പരിശുദ്ധിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? അവൻ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട്, അവൻ വിശുദ്ധിയിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും അവന്റെ വിശുദ്ധിയിൽ എല്ലാ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ആ വിശുദ്ധിയെ പാലിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, എത്രയോ ധന്യമായ ജീവിതമാണ് ഒരു ക്രിസ്തീയ ജീവിതം. അത് യാഥാർത്ഥത്തില് ആ ദൈവത്തോട് കൂടെ നടക്കുന്ന, വസിക്കുന്ന, അല്ലെങ്കിൽ അനുദിനം അവന്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു സഹോദരൻ മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നടപ്പിലും നമ്മള് വിശുദ്ധി പാലിക്കേണ്ടവരാണ്. കാരണം എന്താണ്? ആ വിശുദ്ധിയോടുകൂടി മാത്രമേ നമുക്ക് ആരാധനയ്ക്ക് അവനെ ആരാധിപ്പാൻ കഴിയുള്ളൂ. ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ആ ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മളെ ഓർപ്പിക്കുന്നത്, അതിനനുസൃതമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് അവന്റെ ഹിതത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് അതിനവരെ വിളിച്ചുമിരിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അവിടെ പറയുന്നത്, ഒന്നാമത് ഞാൻ പറഞ്ഞു, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധി പാലിക്കണം. ആ പത്രോസിലെ 2-ാം അധ്യായത്തില് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, അന്ധകാരത്തിൽ നിന്നാണ് അവൻ നമ്മളെ വേർതിരിച്ചത്. ഗലാത്യ ലേഖനം അതിന് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ ക്രിസ്തു യേശുവിൽ എന്താണ്? ജീവിപ്പിച്ചു. ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഒരു സമയത്ത് അന്ധകാരത്തിലായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തില് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിന്റെ. അതുകൊണ്ട് നിങ്ങൾ എന്താണ്? നിങ്ങളും അവന്റെ വെളിച്ചം നമ്മളിൽ പകർന്നിട്ട് പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവിടെ പത്രോസ് എന്താണ് ഓർമ്മിക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാ വിളിച്ചത്? അത്ഭുത പ്രകാശങ്ങളിലേക്ക്. അപ്പൊ നമ്മള് പാപത്തിന്റെ അന്ധകാരത്തില് നിത്യമരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് നിത്യമരണമായിരുന്നു എന്റെ നിങ്ങളുടെ ആശ, അതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് എന്താണ് അവിടെ പത്രോസ് ഓർപ്പിക്കുന്നത്? എന്താണ് ഓർപ്പിക്കുന്നത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് നിങ്ങൾ മൗനമായിരിക്കാനാണോ? അല്ല, അവിടെ പറയുന്നത് എന്താണ്? അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ ദൈവത്തെ അവന്റെ ഉപകാരങ്ങളെ എപ്പോഴും അനുസ്മരിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം 103:1 എന്താണ് പറയുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഉറക്കെ പറ, അവന്റെ ഉപകാരങ്ങളൊന്നും. അപ്പോ ഒരു ദൈവവേദന എപ്പോഴും അവന്റെ ഉപകാരങ്ങളെ അനുസ്മരിക്കുന്നവരായിരിക്കണം. പത്രോസ് ഓർമ്മിക്കുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിരിക്കണം. ഇറ്റ്സ് നോട്ട് ഈസി. അത് എന്താണ്? എളുപ്പമല്ല. എളുപ്പമാണോ? ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ കുറ്റം പറയുകയല്ല, കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതും വളർന്നതും എല്ലാം ബ്രദറിലൂടെ. എന്നാൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ ആത്മീയ മുരടിപ്പ്. എല്ലാം ദൈവം തന്നു, എല്ലാ രീതിയിലും അനുഗ്രഹിച്ചു. അപ്പോൾ എന്താണ്? ആത്മീയ മുരടിപ്പ് വന്ന ഒരു സമൂഹമായിട്ട് തീർന്നിരിക്കുക. പ്രാർത്ഥിപ്പാൻ ആർക്കും സമയമില്ല. എന്നാൽ പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചതുകൊണ്ട് അവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ എപ്പോഴും
ഘോഷിക്കുന്നവരായി. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആയിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ഉപകാരങ്ങള്, നന്മകള് അനുദിനം ഘോഷിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് പത്രോസ്? സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോ ഒന്നാമത് ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? എന്താണ് ഓർമ്മിച്ചത്? വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിച്ചു. രണ്ടാമത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അവന്റെ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് കൊണ്ട് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിരിക്കണം. മൂന്നാമത് പത്രോസ് ഓർപ്പിക്കുന്നത് എന്താണ്? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നിങ്ങളെ അനുഗ്രഹത്തിന്റെ പാരീഷായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മള് അനുഗ്രഹിക്കപ്പെടുവാനാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്തായി തീരണം? അനുഗ്രഹമായി. അങ്ങനെയാണോ? തിങ്ക് യുവർസെൽഫ്. നിങ്ങളെ തന്നെ ചിന്തിക്കുക. ഞാൻ ആയിരിക്കുന്ന സഭ, ഞാനായിരിക്കുന്ന സമൂഹം, ഞാനായിരിക്കുന്ന കുടുംബം, അതില് ഞാനൊരു അനുഗ്രഹ വിഷയമാണോ? പത്രോസ് ഓർപ്പിക്കുന്നത് എന്താണ്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എന്താണ് ചെയ്യേണ്ടത്? അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി തീരണം. കാരണം എന്താണ്? നമ്മൾ നന്മ അനുഭവിക്കാത്തവരായിരുന്നു. എന്നാൽ ദൈവം നമ്മളെന്താണ്? അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമായി തീരണം. എത്രയോ നിങ്ങൾ അതിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എത്രയോ ധന്യമാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? സെൽഫിഷ് അല്ലേ? ആണോ? എന്നാൽ അങ്ങനെയല്ല പത്രോസ് ഓർപ്പിക്കുന്നത്. നമ്മള് ഹിന്ദിയില് ആശിഷ് കാ ബാരിഷ് എന്താന്ന് വെച്ചാൽ നമ്മള് മഴ ഒന്നാണ് അനേക. അപ്പോ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമായി തീരണം, അനുഗ്രഹത്തിന്റെ ഉറവിടമായി തീരണം. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായി തീർന്നാൽ എത്രയോ ധന്യമാണ്. കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്താണ്? നന്മയായി തീർന്നു. അവൻ നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏതിൽ നിന്ന് അകന്നു പോയോ ആ വിടവിനെ പൂർത്തീകരിച്ചപ്പോൾ എന്താണ്? നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ് ഇന്ന് കോടാനുകോടി ജനത്തിന്റെ അനുഗ്രഹത്തിന്റെ രക്ഷയുടെ കാരണമായി തീർന്നത്. എന്നാൽ ഞാനും നിങ്ങൾ എങ്ങനെയാണ്? എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഇന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഇന്ന് പാൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മള് എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ നേതാവ്, നമ്മുടെ ലീഡർ, അല്ലെങ്കിൽ ഞാൻ അനുഗമിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ ലീഡർ, അല്ലെങ്കിൽ കർത്താവ്, അവന്റെ ഗുണങ്ങള് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹീതമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയുമോ എന്നുള്ളതല്ല. മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. മാത്രമല്ല അതിന്റെ 2-ാം അധ്യായം 21-ാം വാക്യത്തില് പത്രോസ് എന്താണ് ഓർപ്പിക്കുന്നത്? 2-ാം അധ്യായം 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോടെ പിന്തുടരാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കും. അവിടെ പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും കഷ്ടം അനുഭവിക്കണം. ആർക്ക് വേണ്ടി?
ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും അവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന. അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് വലിയ ക്രൂശെടുത്ത് പോകാത്ത, അതുകൊണ്ട് ഞാൻ വലിയ ക്രൂശെടുത്തോണ്ട് പോകാനാണോ? അല്ല. നമ്മുടെ കൂട്ടു സഹോദരന്മാര്, കൂട്ടു സഹോദരിമാർക്ക് അവരുടെ വേദനയിൽ പങ്കാളിയാകുന്നതാണ് ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് സമാനമാണ്. പറയാണ്, ഞാൻ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി കഷ്ടം. ക്രിസ്ത്യ ജീവിതം ഒരു കഷ്ടത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ കഷ്ടം സഹിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ. ഞാൻ 22 വർഷമായിട്ട് ബീഹാറില് കർത്താവിന്റെ വേലയിലായി. ഏതെല്ലാം രീതിയിലുള്ള കഷ്ടം ഞാൻ ഓർക്കേണ്ടായി. അവിടെ തണുപ്പ് കഴിഞ്ഞേ ഉള്ളൂ. തണുപ്പ് വന്നാൽ കൊടും തണുപ്പ്, ചൂട് വന്നാൽ ഭയങ്കര ചൂട്. ഏതെല്ലാം രീതിയിലുള്ള പ്രതിസന്ധികളില് അവിടെ പെട്ടെന്നായി താമസിച്ച നമ്മുടെ എല്ലാ ആയുസിന്റെ 60 വയസ്സ് ഉണ്ടെങ്കിൽ 50 വയസ്സേ കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം പൊല്യൂഷന് 10 വർഷം നമ്മളെ കുറഞ്ഞു പോകും. എന്നെല്ലാം രീതിയിലുള്ള എന്തിനു വേണ്ടിയാണ്? ഈ സുന്ദരമായ കേരളം വിട്ട് എല്ലാ രീതിയിലും വിട്ട് നമ്മളവിടെ പോയി അവിടുത്തെ രീതിയിൽ നിന്ന് ഏതാണ്ട് 22 വയസ്സുള്ളപ്പോ ഞാൻ പോയതാണ്. എന്തിനു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി. കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് എന്താണ് ഗ്രേറ്റ് കമാൻഡ്മെന്റ്? എന്താണ്? പോകുക. എന്തിനു വേണ്ടി? സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ചാൽ, പക്ഷെ ഒരുപക്ഷെ ഈ ലോകത്തില് ചിലപ്പോ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചില്ല എങ്കിലും ഏറിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി എവിടെ ഒരുക്കുന്നുണ്ട്? കർത്താവ് സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. നാലാമതായി ഞാൻ ഓർപ്പിച്ചത്, അവന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചു. ഒന്നാമതായി ഞാൻ ഓർപ്പിച്ചത് എന്താണ്? വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ വിളിച്ചു. നമ്മുടെ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരാകണം. രണ്ടാമതായി ഞാൻ ഓർപ്പിക്കുകയാണ്, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. മൂന്നാമതായി അനുഗ്രഹത്തിന്റെ ശ്രോതാവായി തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. നാലാമതായി ഞാൻ ഓർപ്പിക്കുവാനിടയായി, കഷ്ടം സഹിക്കുവാൻ വേണ്ടി, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. അഞ്ചാമതായ ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് 5-ാമത്തെ 10-ാം വാക്യം, 1 Peter chapter 5 verse 10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച ശക്തിയെ. പത്രോസ് ഓർപ്പിക്കുന്നതിന്റെ ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാത്തിന്റെയും ഒരു പ്രത്യാശ എന്താണ്? പത്രോസ് ഓർപ്പിക്കുകയാണ്, പറയുകയാണ്, നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്താണ് നിത്യ തേജസ്? എന്റെ മണവാളൻ വേഗത്തിൽ വരും. ക്രിസ്തുവിൽ മരിച്ചു പോകാൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നമ്മളോ എന്താവും? രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ. നിങ്ങളാരും പോകത്തില്ലേ? അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. ആരും ഒന്നും മിണ്ടുന്നില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നമ്മളെന്താവും? രൂപാന്തരത്തോട്. എത്രയോ ധന്യമായ നിത്യ തേജസ്സിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിലെ മധ്യത്തില് ഒരു ആശ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ആ ആശയാണ്? നിത്യ തേജസ്. പ്രിയമുള്ളവരെ, ക്രിസ്തു ജീവിതം എത്ര ധന്യമാണ്. അതുകൊണ്ട് ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ ദുഃഖവും ക്ലേശവും എല്ലാം അല്പസമയത്തേക്കാണ്. എന്നാൽ എന്റെ പ്രിയൻ വാനവേഗത്തിൽ വേഗം വരും.
ഞാൻ രൂപാന്തരപ്പെട്ട് അവനെ പോലെ ആയിത്തീരും. പ്രിയമുള്ളവരെ, എത്രയോ ധന്യമായ ഒരു ജീവിതമാണ് എൻ്റെ നിങ്ങളുടെയും ക്രിസ്തു ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ അറിഞ്ഞതിൽ നമ്മൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ്. അറിയുവാൻ കഴിഞ്ഞത് എത്രയോ ധന്യമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളില് എത്രയോ ആത്മാക്കള്, എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് മരണത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തില് എളിയവരായിരിക്കുന്ന നമുക്ക്, വലിയവനായിരിക്കുന്ന, ഉന്നതനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ദൈവം വിളിച്ചല്ലോ, വേർതിരിച്ചല്ലോ. அதை ഓർത്ത് കോടി കോടി നന്ദി, സ്തോത്രം അർപ്പിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് വരുന്ന ആളുകളില് നമ്മളെ വിളിച്ച അവന്റെ ഗുണങ്ങളെ മനസ്സിലാക്കി, എന്തിനു വേണ്ടി എന്നെ വിളിച്ചു എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ കർത്താവിന്റെ ഹിതത്തെ പൂർത്തീകരിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഈ കേട്ട വചനത്തിന് അനുസരണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ നീ പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധിയോടുകൂടി ജീവിക്കണം. കർത്താവ് നീ പറയുന്ന കാര്യങ്ങളെ അത് എന്റെ ജീവിതത്തിൽ ഞാൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനുള്ള കൃപ, എനിക്കുള്ള ശക്തി, ബുദ്ധി, ജ്ഞാനം പിതാവേ നീ നൽകണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ കർത്താവ് നമ്മളെ കേൾക്കും. പൗലോസ് പറയുന്നത് എന്താണ് പറയുന്നത്? നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഇന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരും വലിയവനാക്കുവാൻ, കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകള്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അസമർപ്പണമില്ലായ്മയാണ് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ കർത്താവേ നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടണം, അതിനായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടും. മാത്രമല്ല സഭയ്ക്കും വീട്ടിനും സമൂഹത്തിനും എല്ലാം അനുഗ്രഹത്തിന് കാരണം നമ്മുടെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിപ്പാൻ കർത്താവ് സഹായിക്കും. 1-2 പ്രാർത്ഥന വിഷയങ്ങള് ഞാൻ ഓർപ്പിച്ച് വേഗത്തിലിരിക്കാനായിരുന്നു. എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ 7 പേരാണ്, 2 സഹോദരിമാരും 5 ആണുങ്ങൾ. 2 സഹോദരന്മാരെ കഴിഞ്ഞ കൊറോണയിലെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് 38 വയസ്സിന് 48 2 എൻ്റെ ചേട്ടന്മാര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കുടുംബമുണ്ട്, അവർക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥന. 2 പേരും വിശ്വാസികളല്ല, ഹിന്ദുക്കളായിട്ട് തന്നെ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ അവരിവിടെ ഒന്ന് രക്ഷിക്കപ്പെട്ടു, എല്ലാം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്മാറ്റത്തിൽ പോയി മൂവാറ്റിവിടെ ദൈവമില്ലാതെ അവിശ്വാസിയായി ജീവിക്കുന്നു. പിന്നെ എൻ്റെ ഒരു അനിയന് ഇവിടെ ഉണ്ടായിരുന്നു. അവന് കുമ്പനാട് ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചു മധുരയില്. അവന് ഞാൻ 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ കൂടെ ബീഹാറിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവന് ഭാഷയൊക്കെ പഠിക്കുവാൻ വേണ്ടി ഒരു ജോലി ഞാൻ സ്കൂളിൽ മേടിച്ചു കൊടുത്തു. അവിടെ നമ്മുടെ സുവിശേഷകനുണ്ട്, അവരെ കൂടെ നിർത്തി. എന്നാൽ അവിടെ വെച്ച് ഒരു പനി വന്നപ്പോൾ ഒരു ടാബ്ലറ്റ് എൻ്റെ അനിയൻ്റെ വൈഫ് അവിടെ നിന്ന് കഴിച്ചു. ആ ടാബ്ലറ്റ് റിയാക്ഷനായി 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സന്തോഷ് എമി വെല്ലൂരിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ട്രീറ്റ്മെന്റ്. കണ്ണിന്റെ കാഴ്ച ഇനി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. 2 കണ്ണിന്റെ കാഴ്ച പോയി. 2 കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തെ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ദാവീദിന്റെ ജീവിതത്തിലും യോസഫിന്റെ ജീവിതത്തിലും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതാണ്. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വരുന്ന ആളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മാത്രമല്ല ഞങ്ങളവിടെയുള്ള സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2 വിവാഹം ഈ മാർച്ചില് ഞങ്ങളുടെ സഭയിൽ നടക്കേണ്ടതുണ്ട്. ഞാൻ അപ്പനമ്മയും ഇല്ലാതെ വളർന്നതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വളർത്തിയെടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ള വലിയൊരു ബേഡൻ ണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ പപ്പ ഇല്ല, മമ്മി സുഖമില്ലായിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കല്യാണം, നമ്മുടെ ഒരു സുവിശേഷകനാണ് കല്യാണം കഴിക്കുന്നത്. മാർച്ച് 15-ാം തീയതി ആ കുഞ്ഞിന്റെ പിങ്കി എന്നാണ് പേര്. പിന്നെ ഒരു കൊച്ച്, വേറൊരു കൊച്ചിന്റെ 18-ാം തീയതി 2 പെൺപിള്ളാരുടെ കല്യാണം ഞങ്ങളുടെ സഭയിൽ നടക്കണം. 2 പാവങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അല്ല, അവിടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം. അവിടുത്തെ പ്രവർത്തനങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഇതുവരെയും ദൈവം നടത്തി. നിങ്ങൾ വീണ്ടും തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമാണ്
വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ തുടർന്നും പ്രാർത്ഥിച്ചതുപോലെ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമയം നൽകിയ സഭയോടും സഭയോടുള്ള ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങളോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെയായിരുന്നു നാം കേട്ട ആ ദൈവത്തിന്റെ ദൂത് വിട്ടുകളയാതെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു. ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അവിടുത്തെ വിളിക്ക് ഞങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്ന് ഇന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചല്ലോ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നല്ലോ. അതെ കർത്താവെ, വിശുദ്ധരായിരിക്കുവാൻ, അവിടുത്തെ പത്രമായിരിക്കുവാൻ വേണ്ടി ഞങ്ങളെ വിളിച്ച് ആ വിളിക്ക് യോജിച്ച വിധം അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ വിളിക്ക് യോജിച്ച വിധം ജീവിക്കുവാൻ വേണ്ടി അന്ധകാരത്തിലും ആയിരുന്നു ഞങ്ങളെ അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചല്ലോ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച ആ വിളിയുടെ ഉദ്ദേശം ഞങ്ങള് ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ, അങ്ങ് ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഇന്ന് ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനാണല്ലോ അങ്ങ് വിളിച്ചത്. കർത്താവ്, ഈ ലോകത്തില് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിടുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ ഒരു പ്രതിഫലമുണ്ട് എന്ന് അവിടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെയും വരും ദിവസങ്ങളിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് അവിടുത്തെ വചനം ഞങ്ങളുടെ ഇടയിലെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ബീഹാറിലുള്ള ദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പീഡനത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണല്ലോ ഇന്ന് കർത്താവെ വടക്കേന്ത്യയിലുള്ള എല്ലാ വേലകളും കടന്നു പോകുന്നതെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി. കർത്താവെ, പീഡനത്തിന്റെ മധ്യത്തില് പിടിച്ചു നീക്കുവാനും അവിടുന്ന് അവിടുത്തെ തിരുസാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ. അവരെ ആത്മീയമായി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാനിടയാക്കണമേ. ഭൗതിക ആവശ്യങ്ങളിൽ അങ്ങ് കരുതണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, ദാസന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരും നിന്റെ മകൻ അങ്ങേ അറിഞ്ഞതുപോലെ അറിയുവാനുള്ള ഒരു കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിന്നും പിന്മാറ്റത്തിൽ പോയി പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോയ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു മാനസാന്തരം കൊടുത്ത് മടങ്ങി വരുവാനും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുത്താതെ അങ്ങയുടെ ഹൃദയത്തോട് കുടുംബത്തോട് ഇടപെടണമേ. അതുപോലെ കർത്താവെ, വെല്ലൂരിലെ ചികിത്സയിൽ കഴിയുന്ന ആ ഇളയ സഹോദരനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മക്കളോട് കനിവ് തോന്നണമേ. അവിടുന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവെ, അവരുടെ സഹായകനായിട്ട്, അവരുടെ പാദങ്ങൾക്ക് വിളക്കായിട്ട് അങ്ങ് അവരോട് കൂടെ ഇരിക്കണേ. ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങളിലെല്ലാം നീ അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ച് കർത്താവെ അവരെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിൽ നടക്കുവാൻ പോകുന്ന വിവാഹത്തിന്റെ കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ കർത്താവെ ആ 2 വിവാഹങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ അതെല്ലാം ഏറ്റവും മംഗളകരമായിട്ട് നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവെ, ദാസനെയും കുടുംബത്തെയും വേലയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും
കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തോടും അങ്ങ് ഇടപെടണമേ. എല്ലാറ്റിലും കർത്താവെ അവിടുന്ന് മഹത്വം എടുക്കണമേ. അങ്ങയുടെ കർത്താവെ വാക്താക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവേ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന്